പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നല്ലൊരു ദിവസത്തെ സുഹൃത്തുക്കളെ, തൃശ്ശൂർ ജില്ലാ സഹകരണ മന്ത്രിയുടെയും ചാവക്കാട് താലൂക്ക് സർക്കാർ സഹകരണ യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന അഖിലേന്ത്യാ സഹകരണ ബാലാവകാശം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഇവിടെ വന്നപ്പോഴാണുള്ളത്. നമ്മുടെ ഏൽപ്പിച്ച പല ജനപ്രതിനിധികളും പ്രത്യേക കാരണത്താൽ എത്തിപ്പെടുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയെ കുറിച്ച് കൂടുതൽ പഠനത്തിന് വിധേയമായിട്ടല്ല ഇവിടെ ഈ ഉദ്ഘാടന പ്രശ്നത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. കേവലം വന്ന് 2 വാക്യങ്ങളിൽ ആശംസാ പ്രസംഗം നടത്തി പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ മുമ്പിൽ ഏറ്റെടുക്കേണ്ടതായിട്ടിരിക്കുകയാണ്. എന്റെ സഹകരണ മേഖലയെ കുറിച്ചുള്ള അറിവുകൾ എല്ലാവർക്കും പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മളെല്ലാം പ്രിയങ്കരനായിരുന്നു ചാവക്കാട് സർക്കിൾ യൂണിയന്റെ ചെയർമാൻ ടി വി ഹരിദാസ്, അതേപോലെ തന്നെ ആശംസ നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ നക്ഷത്രമാണ്, നാട്ടികേക്കാരൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഗണേശൻ, സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന സ്വാഗതം ആശംസിച്ച സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം ശ്രീമതി ലളിതാചന്ദ്രൻ തുടങ്ങി വേദിയിൽ സദസ്യരുമായി ഇരിക്കുന്ന പലവരായ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികൾ എല്ലാവരുടെയും പേര് പറഞ്ഞു പോകുന്നില്ല. നമ്മുടെ ബാലാവകാശത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏകദേശം 1500 സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 1000-ലേറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹായികൾ, ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഇനിയും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്നവർ എന്തായാലും കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധ്യത കണ്ടില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി ആളുകൾ വരാനുള്ളത്. എന്തായാലും വേറെ സന്തോഷം. സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഉത്സവ കാലഘട്ടം പറഞ്ഞാൽ നടക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷും അനുബന്ധ കക്ഷികളും രാജ്യം ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ സർക്കിൾ യൂണിയനുകളിലും ഓരോരോ പരിപാടികൾ, ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് സെമിനാർ നടത്തുകയും അതുപോലെ തന്നെ അവിടെ കലാപരിപാടികളും പ്രബന്ധ മത്സരവും ജീവനക്കാരുടെ കലാപരിപാടി ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അനുകൂലമായിട്ടുള്ള രംഗത്തുകൊണ്ട് തന്നെ അല്പം പണച്ചെലവില്ലാത്ത രീതിയിൽ നടത്തി നമ്മുടെ സഹകരണ മേഖലയുടെ വ്യാപ്തി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും എത്തിച്ച് നമ്മളൊരു വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അതിലേക്കുള്ള ഒരു പുറപ്പാടാണ് നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് 12 മണിക്ക് സെമിനാർ തുടങ്ങുന്നുണ്ട്. എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നത് ചാവക്കാട് സർക്കിൾ യൂണിയൻ ചെയർമാൻ ശ്രീ ടി വി ഹരിദാസ് എന്നതാണ്. അവരെ ഞാൻ യോഗത്തിലേക്ക് അർദ്ധമാന സ്നേഹത്തോടുകൂടി സ്വാഗതം. ശ്രീമതി
ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ചില ഭാഷാന്തരത്തിൽ ചില ഭാഗങ്ങളിൽ എല്ലാവരും നല്ല പരിചയമില്ല അതിൻ്റെ ഞാൻ നേരത്തെ തന്നെ പറയാണ് ഇതിന്റെ ആശംസ നൽകിയിട്ടുള്ള ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ MLA ആയിരുന്നു. അത് പകരം കരിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KC ഹരിദാസ് അവർക്കാണ്, ശ്രീ പ്രസാദ് അവർക്കാണ് നമ്മുടെ യോഗത്തിന്റെ ആശംസാ പ്രസംഗം നടത്താനെത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജുമാരന് ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാട്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MR ദിനേശൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോർപ്പറേറ്റ് എംപ്ലോയീസ് ചെയർമാൻ വെൽഫെയർ ബോർഡ് ശ്രീ K. രവീന്ദ്രൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൊടുങ്ങല്ലൂർ സർവകലാശാലയിലെ ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കുമാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനെ വിശിഷ്ട അതിഥികൾ എല്ലാവരെയും സർവകലാശാലയിലെ മെമ്പർമാരുണ്ട്, മറ്റേ സാറുണ്ട്, അവരെ അറിയുന്നു. എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ സഹായികള്, അതുപോലെ തന്നെ ജീവനക്കാര്, സർവസമിതികളുടെ ഭരണസമിതി അംഗങ്ങള്, അങ്ങനെ ഒട്ടനവധി സഹോദര സഹോദരൻ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് കാരണമായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പങ്കെടുക്കുന്നു. നമസ്കാരം. വനാഘോഷ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അതിന്റെ അധ്യക്ഷ പ്രസംഗത്തിന് മുന്നേയായി പുല്ലാങ്കുഴൽ വായന ഉണ്ട്. പുല്ലാങ്കുഴൽ വായനയ്ക്കായി ഏകന്യൂർ ഫാർമേഴ്സ് ബാങ്കിലെ ഉണ്ണികൃഷ്ണനെ സാദരം ക്ഷണിക്കുന്നു. ഉണ്ണികൃഷ്ണൻ.
ഉണ്ണികൃഷ്ണൻ. നല്ലൊരു കൈയടികളും ഉണ്ണികൃഷ്ണൻ, നല്ലൊരു കൈയടികളും. വാരാഘോഷ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനും അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനുമായി ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായ ശ്രീ ടി വി ഹരിദാസൻ അവരെ സാദരം ക്ഷണിക്കുന്നു. വിശിഷ്ട വ്യക്തികളെ ആദ്യമായിട്ട് ക്ഷമാപണം നടത്തി സഹകരണ ബാലാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചാവക്കാട് താലൂക്കിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്ന ഒരു അറിവാണ് ഞങ്ങൾക്കുള്ളത്. അത് നല്ല രീതിയിൽ സംഘടിപ്പിക്കും. ഞാൻ ആദ്യം ഒരുപാട് വെച്ച് നടത്തണമെന്നാണ് ആലോചിച്ചത്. അപ്പൊ അതിന് പറ്റിയ സ്ഥലം അവിടെ ലഭ്യമായില്ല എന്നുള്ളതാണ് ഇവിടേക്ക് മാറ്റാനുണ്ടായ കാരണം. ഈ പരിപാടിയുടെ ഉദ്ഘാടന ശേഷം പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നവർ പ്രധാനികൾ എന്ന ധാരണയിലല്ല. പക്ഷെ നമ്മളോട് വരാൻ വെച്ചിരുന്ന അതിൽ വിവിധ കാരണങ്ങളാണ് പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ജില്ലാതല പരിപാടി എന്ന നിലയ്ക്ക് ഇത് സംഘടിപ്പിക്കുമ്പോൾ ആ ഗൗരവം നമുക്കുണ്ടായില്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചാവക്കാട് താലൂക്കിൽ ജില്ലാതല പരിപാടി സംഘടിപ്പിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ വിവിധ സംഘടനകളിലെ പ്രസിഡന്റുമാർ, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, പ്രത്യേകിച്ചും ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ഭാരവാഹികൾ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, തൃശ്ശൂർ ജില്ലയിലെ സഹകരണ വകുപ്പും ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയനും സംയുക്തമായി നടത്തിവരുന്ന 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും സ്നേഹപൂർവമായ ആശംസകൾ തൃശ്ശൂർ ജില്ലാ ജോയിന്റ് വൈസ് ചാൻസലർ ഓഫീസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൃത്യമായ ആശംസകൾ നേരുന്നു. അതോടൊപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ജില്ലയിലെ സഹകരണ സംഘങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരാശ്വാസം എന്ന് പറയത്തക്ക രീതിയിൽ കാലങ്ങളായി കെട്ടിക്കിടന്നിരുന്ന നമ്മുടെ DP ഫയലുകളിലും മറ്റും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എക്സിക്യൂഷൻ നടപടികൾ നമുക്ക് നടത്താൻ സാധിച്ചു വരുന്നുണ്ട്. ഏകദേശം 64 സെയിൽ ഓഫീസർമാരാണ് ജില്ലയിൽ ജോലി ചെയ്തു വരുന്നത്. പ്രതിമാസം നമുക്ക് ഏകദേശം ഒരു 30 കോടിയോളം രൂപ വിവിധ സെയിൽ ഓഫീസർമാർക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മുടെ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ ഈ നഷ്ടപ്പെട്ടു പോയ ഐക്യയുടെ വിശ്വസ്തത തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് നമ്മുടെ പ്രസ്ഥാനത്തെ നിലനിൽപ്പാണ് ഇനിയുള്ള കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി തന്നെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ വിശ്വസ്തത തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇത്രയും നല്ല രീതിയിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ച തൃശ്ശൂർ ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനും മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കും സർക്കിൾ യൂണിയൻ സെക്രട്ടറി AR രാമേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഓഫീസിലെ സൂപ്രണ്ട് ബിനു, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ആശംസകൾ ഏറ്റവും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ
71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ കോളേജ് തല വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ് ഇനി നടക്കാൻ പോകുന്നത്. ജില്ലാ തലമാണ് ഇപ്പോൾ വിളിക്കുന്നത്. ജില്ലാതല പ്രസംഗ മത്സരത്തിലെ വിജയികൾക്കാണ് ആദ്യം സമ്മാനം നൽകുന്നത്. സ്കൂൾ തലം, ജില്ലാതലത്തിലെ സ്കൂൾ തലം 1ാം സ്ഥാനത്തിന് അർഹരായത് ആബെ മരിയ ജോസ്, PCGHS വെള്ളിക്കുളങ്ങര. PCGHS വെള്ളിക്കുളങ്ങരയിലെ ആബെ മരിയ ജോസ് ആണ് സ്കൂൾ തലത്തിലെ പ്രസംഗ മത്സരം. അതിനുശേഷം 2ാം സ്ഥാനം അവധിക ധനഞ്ജയ്, ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹോമിയോ. നല്ല കൈകൾ കൊടുക്കൂ. വേറെ കൈകൾ. ആബെ മരിയ ജോസ് പ്രസംഗ മത്സരത്തിലെ 1ാം സ്ഥാനക്കാരിയാണ്. 2ാം സ്ഥാനം അവധിക ധനഞ്ജയ്, ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹോമിയോ. അവധിക ധനഞ്ജയന്റെ ചേട്ടനാണ് സമ്മാനം ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അവധിക ധനഞ്ജയന് വേണ്ടി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹോമിയോ പ്രസംഗ മത്സരം സ്കൂൾ തലം 2ാം സ്ഥാനം. നല്ല കൈകൾ കൊടുക്കൂ. വേറെ കൈകൾ കൊടുക്കൂ. അത് അടുത്തത് 3ാം സ്ഥാനം മേരി റോസ്, ക്രൈസ്റ്റ് കിൻ CGHS പാവറട്ടി. 3ാം സ്ഥാനത്തിന് അർഹനായ സ്കൂൾ തലത്തിലെ വിജയി പ്രസംഗ മത്സരം മേരി റോസ്. നല്ല കൈകൾ കൊടുത്തു. ഇതിനുശേഷം കോളേജ് തലമാണ്. 1ാം സ്ഥാനം ജസ്ന ജോസ്, ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇരിങ്ങാലക്കുട. കോളേജ് തലം 1ാം സ്ഥാനം ജസ്ന ജോസിന്റെ അമ്മയാണ് വരുന്നത്. ജസ്ന ജോസിന് വേണ്ടി നല്ല കൈകൾ കൊടുക്കും. കോളേജ് തലത്തിലെ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം ജസ്ന ജോസ്. 2ാം സ്ഥാനം അക്സ ഡേസൺ പ്രചോദിനികേതൻ കോളേജ് പുതുക്കാട്. 2ാം സ്ഥാനത്തിന് അർഹരായത് അക്സ ഡേസൺ, പ്രചോദിനികേതൻ കോളേജ് പുതുക്കാട്. അക്സ ഡേസന്റെ പേരന്റാണ് വന്നത്. നല്ല കൈകൾ കൊടുക്കും. 3ാം സ്ഥാനം മിത്ര കെ സുരേഷ്. 3ാം സ്ഥാനം മിത്ര കെ സുരേഷ്. വിവേകോദയം ബോയ്സ് HSS തൃശൂർ. വേറെ കൈകൾ കൊടുക്കും മിത്രയ്ക്ക്. കൺഗ്രാജുലേഷൻസ് മിത്ര. അടുത്തത് പ്രബന്ധ മത്സരമാണ്. സ്കൂൾ തലത്തിലെ 1ാം സ്ഥാനം വിജയി ജാസ്മിൻ ജിജോ, സെന്റ് തെരേസാസ് ബ്രഹ്മകുളം. 2ാം സ്ഥാനം പവിത്ര പ്രിയ, ക്രൈസ്റ്റ് കിൻ CGHS പാവറട്ടി. 2ാം സ്ഥാനം പവിത്ര പ്രിയ. പവിത്രയ്ക്ക് നല്ല കൈയടികൾ കൊടുക്കും. കൺഗ്രാജുലേഷൻസ് പവിത്ര. 3ാം സ്ഥാനം ആതിര രാജേഷ്, MES HSS SN പുരം. ആതിര രാജേഷ് 3ാം സ്ഥാനം. പ്രബന്ധ മത്സരം 3ാം സ്ഥാനം സ്കൂൾ തലം ആതിര രാജേഷ്. നല്ല കൈയടികൾ കൊടുക്കും. കൺഗ്രാജുലേഷൻസ് ആതിര. അടുത്തത് പ്രബന്ധ മത്സരം കോളേജ് തലം. 1ാം സ്ഥാനം മിത്ര കെ സുരേഷ്, വിവേകോദയം HSS തൃശൂർ. മിത്രയ്ക്ക് ഒരിക്കൽ കൂടി നല്ല കൈകൾ കൊടുക്കും. കൺഗ്രാജുലേഷൻസ് മിത്ര. 2ാം സ്ഥാനം അനഘ ജയൻ, സെന്റ് അലോഷ്യസ് സ്കൂൾ എൽത്തുരുത്ത്. 2ാം സ്ഥാനം അനഘ ജയൻ. അനഘ ജയനാണ് ക്ഷണിക്കുന്നു. അനഘ ജയന് വേണ്ടി കൈകൾ കൊടുക്കും. കൺഗ്രാജുലേഷൻസ്. 3ാം സ്ഥാനം അനശ്വര ജോസ് കെ. ഈ വിജയികൾക്ക് മുഴുവൻ സർട്ടിഫിക്കറ്റ് കൂടെ നൽകുന്നുണ്ട്. ഇതിനുശേഷം സ്റ്റേജിന് സൈഡിലേക്ക് വന്നാൽ മതി. അടുത്ത താലൂക്ക് തല പ്രബന്ധ പ്രസംഗ മത്സര വിജയികളെ സമ്മാനദാനത്തിനായി ക്ഷണിക്കുകയാണ്. 1ാം സ്ഥാനം അനശ്വര ജോസ് കെ, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി പാവറട്ടി. പ്രസംഗ മത്സരത്തിലെ
ഒന്നാം സ്ഥാനം അനശ്വര ജോസ് കെ. കരുതരഞ്ജകൾ സ്റ്റേജിനടുത്തേക്ക് വരേണ്ടതാണ്. അനശ്വര ജോസ് കെ. നല്ല കൈഡികൾ കൊടുക്കൂ. അനശ്വര ജോസ് കെ നല്ല കൈഡികൾ കൊടുക്കൂ. കൺഗ്രാജുലേഷൻസ്. രണ്ടാം സ്ഥാനം ആഗ്നസ് മരിയ തോമസ്. ആഗ്നസ് മരിയ തോമസ് രണ്ടാം സ്ഥാനക്കാരി എത്തിയിരുന്നു. അടുത്ത പ്രബന്ധ മത്സരമാണ്. ഒന്നാം സ്ഥാനം അനശ്വര ജോസ് കെ. അനശ്വര ജോസ് കെ. വീണ്ടും അനശ്വര ജോസ് പ്രബന്ധ മത്സര വിജയി. ഒന്നാം സ്ഥാനം അനശ്വര ജോസ് കെ. രണ്ടാം സ്ഥാനം ആഗ്നസ് മരിയ തോമസ്. കൺഗ്രാജുലേഷൻസ് അനശ്വര ജോസ്. അടുത്ത ആശംസാ പ്രസംഗങ്ങളാണ്. ആശംസാ പ്രസംഗങ്ങൾ നടത്തിയതിനു ശേഷം പ്രബന്ധ സെമിനാർ ഉണ്ടായിരിക്കും. സെമിനാർ നടത്തുന്നത് നിങ്ങൾക്കറിയാം, മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ പ്രൊഫസർ രവീന്ദ്രനാഥ് അവർകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആശംസാ പ്രസംഗത്തിന് ശേഷം ഉടൻ തന്നെ അവതരണം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ആശംസാ പ്രസംഗത്തിനായി ശ്രീ മഞ്ജുള അരുണനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മഞ്ജുള അരുണനെ സാദരം ക്ഷണിക്കുന്നു. പേര് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന കർക്കശ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് സഹനരകളെ നിലനിർത്തുന്നു. മനുഷ്യന്റെ എല്ലാ സാമൂഹിക ജീവിതത്തിലും കയ്യൊഴിച്ചാക്കിയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം. കുടുംബശ്രീ പ്രസ്ഥാനത്തിനെ ഒക്കെ വളരെ വലിയ രീതിയിൽ സ്ത്രീകളെ ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക് മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള സംഘടനകൾ അതേ വിശ്വാസത്തിലൂടെ. കാരണം സാധാരണക്കാരുടെ ജനനം, മരണം, വിവാഹം, വിദ്യാഭ്യാസം, വീട്, തൊഴിൽ എന്നുള്ള എല്ലാ സംഘടനവും പൂർത്തീകരിക്കുന്ന ഒരു മേഖല എന്നുള്ളത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും കഴിയണം. അതിന് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തിനും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെമിനാർ എല്ലാവരും കാത്തിരിക്കുന്ന സെമിനാർ അവതരണമാണ്. അതിനു മുന്നായി സമ്മാന വിതരണം ബാക്കിയുടെ പ്രസംഗ മത്സരം. സമ്മാന വിതരണം ചാവക്കാട് സർക്കിളിന് വേണ്ടി നടത്തിയ പ്രസംഗ മത്സരത്തിലെ ഹൈസ്കൂൾ തലം. ഒന്നാം സ്ഥാനം ലതിക ധനഞ്ജയ്. രണ്ടാം സ്ഥാനം മേരി റോസ് വിൻസൻ. നല്ല കൈകൾ കൊടുക്കും. മേരി റോസ് വിൻസന് രണ്ടാം സ്ഥാനം. അടുത്തത് ഉപന്യാസ മത്സരം ഹൈസ്കൂൾ തലം. ഒന്നാം സ്ഥാനം പവിത്ര പ്രിയ. പവിത്രയ്ക്ക് നല്ല കൈകൾ കൊടുക്കും. നല്ല കൺഗ്രാജുലേഷൻസ് പവിത്ര. സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രതിനിധികൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. സർവീസ് സഹകരണ ബാങ്ക് ജില്ലാ തലത്തിലെ മികച്ച സഹകരണ സംഘടനകളുള്ള അവാർഡ് സർവീസ് സഹകരണ ബാങ്ക്
സെക്കൻഡ് പ്രൈസ്. വരണിയൻ സർവീസ് സഹകരണ ബാങ്കിന് നല്ല കൈയടികൾ കൊടുക്കൂ, വേറെ കൈയടികൾ കൊടുക്കൂ. കൺഗ്രാറ്റുലേഷൻസ് വരണിയൻ സർവീസ് സഹകരണ ബാങ്ക്. താങ്ക് യു. മൂന്നാമത് എത്തിയിരിക്കുന്നത് കുറ്റിക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക്, കുറ്റിക്കാട് FSCB. സെക്രട്ടറി പ്രസിഡന്റും മറ്റ് പ്രതിനിധികളും സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. മികച്ച പ്രവർത്തനത്തിന് മൂന്നാമത് തെരഞ്ഞെടുക്കപ്പെട്ടത് കുറ്റിക്കാട് FSCB ആണ്. കുറ്റിക്കാട് FSCBക്ക് നേരെ കൈയടികൾ കൊടുക്കൂ, നേരെ കൈയടികൾ കൊടുക്കൂ. കൺഗ്രാറ്റുലേഷൻസ് കുറ്റിക്കാട് ഫാർമേഴ്സ് SCB. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് ജില്ലാ തലത്തിൽ പലവക സംഘങ്ങളെ, മികച്ച പലവക സംഘങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം തലപ്പള്ളി താലൂക്ക് പ്രവാസി സഹകരണ സംഘം പ്രതിനിധികൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. സെക്രട്ടറി പ്രസിഡന്റ് പ്രതിനിധികൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. പലവക സംഘത്തിൽ ഏറ്റവും ആദ്യമായി നിൽക്കുന്നത് തലപ്പള്ളി താലൂക്ക് പ്രവാസി സഹകരണ സംഘമാണ്. അവർക്ക് നല്ല കൈയ്യടി കൊടുക്കും, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന്. കൺഗ്രാറ്റുലേഷൻസ് തലപ്പള്ളി താലൂക്ക് പ്രവാസി സഹകരണ സംഘം. അടുത്ത വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം. വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം സെക്കൻഡ് പ്രൈസിന് അർഹമായിരിക്കുകയാണ്. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മൂന്നാമത് പ്രൈസ് നേടിയ സംഘം തൃശൂർ താലൂക്ക് ചെറുതൊഴിലാളി സഹകരണ സംഘം. അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്. ഗിവ് എ ബിഗ് ഹാൻഡ്. നല്ലൊരു കൈ കൊടുക്കും. താങ്ക് യു. ഗവൺമെന്റ് സർവീസ് സഹകരണ സംഘം. കൺഗ്രാറ്റുലേഷൻസ്. ഗിവ് എ ബിഗ് ഹാൻഡ്. വേറെ കൈകൾ കൊടുക്കൂ. എംപ്ലോയീസ് വിഭാഗത്തിൽ രണ്ടാമത് പ്രൈസ് നേടിയിരിക്കുന്നത് തൃശൂർ ജില്ലാ പോലീസ് സഹകരണ സംഘമാണ്. തൃശൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം. അതിന്റെ പ്രതിനിധികൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. സെക്രട്ടറി പ്രസിഡന്റ് പ്രതിനിധികൾ ജില്ലാ പോലീസ് സഹകരണ സംഘം. മൂന്നാമത് പ്രൈസ് നേടിയിരിക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘം. തേർഡ് പ്രൈസ് ഗോസ് ടു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്രട്ടറി പ്രസിഡന്റും സാധനം ക്ഷണിക്കുന്നു. ഗിവ് എ ബിഗ് ഹാൻഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കൂ. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. നാളെ നിങ്ങൾക്കും പ്രചോദനമാകട്ടെ. താങ്ക് യു. ഒരിക്കൽ കൂടി തൃശൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ പ്രതിനിധികളുണ്ടോ? നാട്ടിക സർവീസ് സഹകരണ ബാങ്ക്. കൺഗ്രാറ്റുലേഷൻസ് നാട്ടിക സർവീസ് സഹകരണ ബാങ്ക്. ചാവക്കാട് SCB. ചാവക്കാട് SCBയുടെ പ്രതിനിധികൾ ചാവക്കാട് SCB. ഗിവ് എ ബിഗ് ഹാൻഡ് ടു ചാവക്കാട് SCB. നല്ലൊരു കൈയ്യടി കൊടുക്കും. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും ലാഭത്തിൽ പ്രവർത്തിച്ച് നല്ലൊരു മോഡൽ കാഴ്ചവെച്ച അവർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലം കിട്ടുന്നു. പുന്നയൂർ SCB ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയനിൽപ്പെട്ട ഒരു സംഘം. Once more, give a big hand. Yes, give a big hand. അടുത്ത ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ചാവക്കാട് സർക്കിൾ യൂണിയനിൽപ്പെട്ട ഒരു സംഘം, നല്ല ഒരു സർവീസ് സഹകരണ ബാങ്ക്. വാടാനപ്പള്ളി മുല്ലശ്ശേരി SCBയുടെ മുഴുവൻ പ്രതിനിധികളും സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. എല്ലാവരും കൈയ്യടി കൊടുക്കും, ഏറെ കൈയ്യടി കൊടുക്കും. മുല്ലശ്ശേരി SCB സ്റ്റേജിനടുത്തുണ്ടാവും ഒരു മനയും. അടുത്തത് തീരദേശ ക്ഷേമ സഹകരണ സംഘം. തീരദേശ ക്ഷേമ സഹകരണ സംഘത്തിന്റെ പ്രതിനിധികൾ ഉണ്ടെങ്കിൽ അവർ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ഇത് മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. തീരദേശ ക്ഷേമ